കഴിഞ്ഞ ദിവസം വാഹന അപകടത്തിൽ മരിച്ച സ്ത്രീയുടെ പോസ്റ്റ്മോർട്ടം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ വൈകിപ്പിച്ചതായി പരാതി. വാക്കേറ്റങ്ങൾക്കും തർക്കങ്ങൾക്കും ശേഷം ചാലക്കുടി നഗരസഭയിലെ പ്രതിപക്ഷ കൌൺസിലർമാർ ഇടപെട്ടാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. പെരുമ്പാവൂർ സ്വദേശി വടക്കൂട്ട് ചന്ദ്രന്റെ ഭാര്യ 64 വയസ്സുള്ള വനജയുടെ പോസ്റ്റ്മോർട്ടം നടപടികളാണ് മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് ഡ്യൂട്ടി ഡോക്ടർ മണിക്കൂറുകൾ വൈകിപ്പിച്ചതെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ ഡോക്ടർ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്താൻ പറ്റില്ലെന്ന് ശഠിച്ചു. മരണത്തിന്റെ കാരണം വ്യക്തമല്ലെന്നും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തണമെന്നും ഇവർ ബന്ധുക്കളോട് നിർദ്ദേശിക്കുകയായിരുന്നു. അപകട മരണമാണെന്നുള്ള പോലീസ് എഫ്ഐആറിന്റെ പകർപ്പ് നൽകിയിട്ടും ഡോക്ടർ വഴങ്ങിയില്ല. ബന്ധുക്കൾ ബഹളമുണ്ടാക്കിയെങ്കിലും ഡോക്ടർ നിലപാടിൽ ഉറച്ചുനിന്നു. ഫ്രാക്ചർ മാത്രമേ ഉള്ളൂ. ഈ ഫ്രാക്ചർ മരണകാരണമല്ല. ഡെത്ത് എന്താണ്, ഡെത്തിന്റെ കോസ് ഓഫ് ഡെത്ത് എന്താണെന്നുള്ളത് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനുള്ള പവർ ഇല്ല. അതനുസരിച്ച് തൃശ്ശൂർക്ക് റെഫർ ചെയ്യാന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് ഇവിടുന്ന് നഗരസഭാ കൗൺസിലർമാർ രാഷ്ട്രീയ കക്ഷികളെല്ലാം കൂടി വന്ന് സംസാരിച്ച് സംസാരിച്ചപ്പോൾ ഡോക്ടർ ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും പോസ്റ്റ്മോർട്ടം തയ്യാറാക്കാൻ ഉപയോഗിച്ചു. വിവരമറിഞ്ഞ് നഗരസഭ LDF പാർലമെന്ററി പാർട്ടി ലീഡർ ജിൽ ആന്റണി, വിൽസൺ പാണാട്ടുപറമ്പിൽ, VJ ജോജി എന്നിവർ സ്ഥലത്തെത്തി. ഡ്യൂട്ടി ഡോക്ടറുടെ തീരുമാനം മാറ്റണമെന്ന് ഇവർ ആശുപത്രി സൂപ്രണ്ടിനോട് ആവശ്യപ്പെട്ടു. വീണ്ടും വാക്കേറ്റവും ബഹളവും നടന്നു. ഇതിനുശേഷമാണ് സൂപ്രണ്ടിന്റെ നിർദ്ദേശപ്രകാരം മറ്റൊരു ഡോക്ടർ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തയ്യാറായത്. താലൂക്ക് ഹോസ്പിറ്റലിൽ ബോഡി കൊണ്ടുവന്നിട്ട് അവർ 1 മണിക്കൂർ അവിടെ വെച്ച് അതിനുശേഷം ഡോക്ടർ വന്നിട്ട് അവിടെ നോക്കിയിട്ട് പറയുന്നത് ഇത് ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കഴിയില്ല, ഇത് തൃശ്ശൂർ പോലീസ് സർജൻ ചെയ്യേണ്ടി വരും, ഞങ്ങൾക്ക് ഇതിവിടെ ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അതിനെ ഒഴിവാക്കാൻ ശ്രമിച്ചു. പറ്റില്ലെങ്കിൽ ബദൽ സംവിധാനം കാണുന്നത് ഞങ്ങൾ വാശി പിടിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പം മറ്റൊരു ജീന അഗസ്റ്റിനില്ല അങ്ങനെ ഒരു ഡോക്ടർ വന്നിട്ട് ഇപ്പൊ ചെയ്യാൻ തയ്യാറായിരിക്കുക. ഇത് സാധാരണക്കാരനോടൊരു വെല്ലുവിളിയാണ്. ഇത് ഒരു തവണയല്ല, പല തവണയും ആവർത്തിക്കപ്പെട്ടത്. ചൊവ്വാഴ്ച രാത്രിയാണ് ചാലക്കുടിയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അമ്മയെ കാണാൻ വനജ എത്തിയത്. ദേശീയപാതയിൽ പോട്ടയിൽ വെച്ച് ടെമ്പോ വാനിടിച്ചാണ് ഇവർ മരിച്ചത്. TCV ന്യൂസ്, ചാലക്കുടി.